നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വൈഭവ് സൂര്യവംശി കാണുന്ന അടിയൊക്കെ അടിച്ച് അണ്ടർ-19 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ സെഞ്ചുറിയും അടിച്ച് ലോക ചാമ്പ്യനൊക്കെ ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് സഞ്ജീവ് സൂര്യവംശി പറയുന്നൊരു കാര്യമുണ്ട്. ജബ് തക് ടെസ്റ്റ് നാ ഖേലെ ക്യാ ബഡാ ക്രിക്കറ്റ്. അപ്പോൾ അദ്ദേഹം മകനെക്കുറിച്ച് വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അവൻ ടെസ്റ്റ് കളിക്കുന്നത് വരെ ഞാൻ അവനെ വലിയൊരു കളിക്കാരനായിട്ട് കാണില്ല. ടിൽ ദി ടൈം ഹി ഡസ് നോട്ട് പ്ലേ ടെസ്റ്റ് ഐ വോണ്ട് കൺസിഡർ ഹിം എ ബിഗ് ക്രിക്കറ്റർ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം. ഏതായാലും ഹരാരയിൽ അണ്ടർ-19 വേൾഡ് കപ്പിൽ ടീം ഇന്ത്യയുടെ അണ്ടർ-19 കുട്ടികൾക്കൊപ്പം വിജയിച്ച് കയറി. സൂര്യവംശി തൻ്റെ പിതാവിനെ വിളിച്ചു. പപ്പ പ്രണാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവൻ സംസാരിച്ചു. ഇപ്പം സൂര്യവംശിയുടെ പിതാവ് സഞ്ജീവ് സൂര്യവംശി പറയുകയാണ്, അവൻ എന്നെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ കണ്ണുനീര് അടക്കി വെക്കാൻ പറ്റിയില്ല, ഞാനങ്ങ് കരഞ്ഞുപോയി. സത്യം അവൻ അവിടെ മറ്റ് ബോയ്സിനൊപ്പം കിടന്ന് ചാടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എന്നോട് പിന്നെ സംസാരിക്കുക, കാരണം ഇതൊരു വല്ലാത്ത മെമ്മറബിൾ മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ നീ അവരോട് കൂടെ ആഘോഷിക്ക്. അതിന് അറിയാമല്ലോ അണ്ടർ-19 വേൾഡ് കപ്പ് ഇനി അവന് കളിക്കാൻ പറ്റില്ല. സോ ഈ ഒരു മൊമെൻറ്റ് അവൻ ആസ്വദിക്കട്ടെ എന്നാണ് ഞാൻ കരുതിയത് എന്ന് അദ്ദേഹം പറയുന്നു. യെസ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം BCCI ഫോളോ ചെയ്യുന്ന റൂൾ അനുസരിച്ച് ഒരു കളിക്കാരൻ ഒരിക്കൽ അണ്ടർ-19 വേൾഡ് കപ്പ് കളിച്ചാൽ പിന്നെ അവന് പ്രായം കുറവാണെങ്കിലും അടുത്ത അണ്ടർ-19 വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തില്ല. വൈഭവ് സൂര്യവംശിക്ക് 14 വയസ്സേ ഉള്ളൂ. അവന് ഇനിയും ഒരു 5 വർഷക്കാലം കൂടി അണ്ടർ-19 കളിച്ചുകൊണ്ടിരിക്കാം, വരുന്ന വേൾഡ് കപ്പിലൊക്കെ കളിക്കാം. പക്ഷേ BCCIയുടെ റൂള് മാറ്റിയില്ലെങ്കിൽ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് അവനിനി അണ്ടർ-19 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. അതാണ് ആ പിതാവ് പറയുന്നത്. ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അത് ആഘോഷിക്കട്ടെ എന്നാണ് ഞാൻ അപ്പോൾ കരുതിയത്. എന്നോട് പിന്നെ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് അദ്ദേഹം അവനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത് വെറും തുടക്കം മാത്രമാണ്. അബീതോ ഷുറുയാത്ത് ഹെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ഈസ് ജസ്റ്റ് ദി ബിഗിനിങ്. ഇനി ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് വരാനുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നത് വരെ ഞാൻ അവനെ ഒരു വലിയ കളിക്കാരനായിട്ട് കാണില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇവിടെ നോക്കുക, മനീഷ് ഓജ വൈഭവിൻ്റെ കോച്ചാണ്, കുഞ്ഞുനാളിലൊക്കെ കോച്ചാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നിരവധി കോളുകളാണ് വരുന്നത്. ബീഹാറിലെ കളിയുടെ ആ ഒരു ഭാഗം തന്നെ അങ്ങ് മാറ്റി കളിഞ്ഞിട്ടുണ്ട് വൈഭവ് സൂര്യവംശിയുടെ ഈ ഒരു പോക്ക്. മാത്രമല്ല പാരൻസൊക്കെ കാഴ്ചപ്പാടിലൊക്കെ മാറി കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടാൻ വേണ്ടിയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് വന്നൊരു കോളെന്ന് പറഞ്ഞാൽ, സാർ മേരാ ബേറ്റാ ദോ സാൽ കാ ഹേ ഉസ്കോ ക്രിക്കറ്റർ വൈഭവ് ബനാ ദീജിയെ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് എൻ്റെ മകന് 2 വയസ്സേ ആയിട്ടുള്ളൂ, അവനെ നിങ്ങൾക്ക് വൈഭവിനെ പോലെ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചൊക്കെയാണ് കോൾ വരുന്നത്. ഒരു ആബ്സല്യൂട്ട് മാഡ്നസ് ആണ് ഇവിടെ വൈഭവിൻ്റെ ഈ ഒരു വിജയം വഴി ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന പയ്യനാണ് വൈഭവ് സൂര്യവംശി. പോക്കവൻ പോയാൽ ഇതേ മികവൻ തുടർന്നാൽ തീർച്ചയായിട്ടും അടുത്തൊരു 2 ദശക കാലമെങ്കിലും നമ്മൾ അവനെക്കുറിച്ച് കേൾക്കും. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.